ബിഗ് ബോസിനെ കുറിച്ച് ഒന്ന് ചോദിച്ചോട്ടെ. സീസൺസ് ഇപ്പൊ അവസാന ഘട്ടത്തിലേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ്. ആരാണ് ചേച്ചിയുടെ വിന്നിംഗ് മെറ്റീരിയൽ ആയിട്ട് ആരാണ് കൺസിഡർ ചെയ്യുന്നത്? എനിക്ക് ആഗ്രഹം സിജോ, എൻ്റെ ഫ്രണ്ടിലുള്ളവരാവണം എന്നാണ് എൻ്റെ ആഗ്രഹം. സിജോ ആവണം, അല്ലെങ്കിൽ അർജുൻ ആവണം, പിന്നെ അല്ലെങ്കിൽ ജിൻഡോ. ഈ 3 ഓപ്ഷനിൽ ആരായാലും ഐ എം ഹാപ്പി. പക്ഷേ ഒരു ബിഗ് ബോസ് തന്നെ, ബിഗ് ബോസിൽ കുറെ വിമർശനം ജാസ്മിന് കപ്പ് കൊടുക്കും എന്നുള്ള രീതിയിൽ ബിഗ് ബോസ് തന്നെ അങ്ങനെ കുറെ വിവാദങ്ങളൊക്കെ വരുന്നുണ്ടല്ലോ. അതിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? അതിപ്പോ ആര് കപ്പെടുക്കും എന്ന് എനിക്കറിയില്ല. പക്ഷെ എൻ്റെ ആഗ്രഹം എനിക്ക് പറയാം. കാരണം സിജോ എന്നൊക്കെ പറഞ്ഞ ആളെന്ന് പറഞ്ഞാൽ അത്രയ്ക്കും ആ ഇടിയൊക്കെ കൊണ്ടിട്ട് ഒത്തിരി സഫർ ചെയ്ത ആളാണ് സിജോ ഒക്കെ. അപ്പം അങ്ങനത്തെ ഒരു വ്യക്തി ഇത്രയും സഫർ ചെയ്തിട്ടും ബിഗ് ബോസിൽ ഡെഡിക്കേഷൻ ആയിട്ട് അവിടെ നിൽക്കുന്നുണ്ട്. ഭയങ്കര പെയിൻ ആണ്, പല കാര്യങ്ങൾ ചെയ്യാൻ പറ്റത്തില്ല, ടാസ്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. പുള്ളിയുടെ ലൈഫിൽ അതൊരു മാർക്കായിട്ട് തന്നെ ഇരിക്കും. സോ അങ്ങനെ അത്ര എഫേർട്ട് എടുക്കുന്ന ഒരാൾ വിന്നർ ആവണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഉള്ളിൽ നിന്ന് വന്ന ഒരു ആഗ്രഹമാണ്. റീ എൻട്രിയിൽ വന്ന സിജോക്ക് അത്ര മുന്നേ കളിച്ചിരുന്ന ഒരു ഗെയിമിന്റെ സ്ട്രാറ്റജി വന്നിട്ടില്ല എന്ന് പലരും അഭിപ്രായപ്പെട്ടിരുന്നു. അതിനോടൊന്നും ഇല്ല. സിജോന് ബിഗ് ബോസിൽ ഉണ്ടായിരുന്ന ഇനിഷ്യൽ ഡേയ്സ് തൊട്ടിട്ട് നല്ല പ്ലാനിങ്ങും എല്ലാം ഉള്ള ഒരാളാണ്. വെർബലി ഈസ് വെരി ടാലന്റഡ്. നല്ല കോമ്പറ്റീറ്റിംഗ് ഒരു വെർബൽ സൈഡ് സിജോന്റെ ഭയങ്കര സ്ട്രോങ് ആണ്. പിന്നെ ഈ ഒരു ഇൻസിഡന്റ് കഴിഞ്ഞിട്ട് റീ എൻട്രി വന്ന സമയത്തും ഞാൻ സിജോയിൽ ഒരു ഗെയിം സ്പിരിറ്റ് കണ്ടിട്ടുണ്ട്. ഇല്ലാന്ന് ഞാൻ പറയില്ല. കാരണം ഞാൻ ഉണ്ടായിരുന്നു. ഐ ആം എ ഗുഡ് ഫ്രണ്ട് ഓഫ് ഹിം. സോ എനിക്കറിയാം ഹി ഹാസ് എ ഗുഡ് പ്ലാൻ. അഖിലേട്ടൻ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു മറ്റേ ഈ മറുപടിക്ക് ശേഷം ഇന്റർവ്യൂ കൊടുത്തതിന് ശേഷമുള്ള അഖിലേട്ടൻ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അഖിൽമാരാർ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ കോണ്ടാക്ട് ചെയ്തിട്ടില്ല. ഇല്ല, എനിക്ക് എന്റെ ആവശ്യമില്ല. ഐ മീൻ ടു ബി ഫ്രാങ്ക്, അഖിൽ എന്നെ ഒന്നും പറഞ്ഞിട്ടില്ല. എന്റെ പേരെടുത്തോ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. ഞാൻ ബിഗ് ബോസിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ ഇങ്ങനെ ഒരു സംഭവം കേട്ടപ്പോൾ ഞാൻ റിയാക്ട് ചെയ്തതാണ് എൻ്റെ ഒരു ഇന്റർവ്യൂവിൽ. പേഴ്സണലി എന്നെയായിട്ട് ഒരു പ്രോബ്ലം ഇല്ലെന്ന് അദ്ദേഹം ഏതോ ഒരു ലൈവിൽ പറഞ്ഞു കേട്ടു. Okay.